ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ അംഗൻവാടി പോവുകയാണ്. അംഗൻവാടിയിൽ കൺമണിയുടെ കുറച്ച് പ്രോട്ടീൻ ഫുഡൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അത് വാങ്ങാനായിട്ട് പോവുകയാണ്. നമ്മുടെ പയറും പിന്നെ ശർക്കര അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ്. കൺമണി വിളിച്ചായിരുന്നു, അവിടുത്തെ ടീച്ചറെ വിളിച്ചായിരുന്നു, വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ നേരെ അംഗൻവാടിയിലേക്ക് സഞ്ചയൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവിടെ അടുത്താണ് നമ്മുടെ അംഗൻവാടി, അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അത് കാരണം വണ്ടിയൊന്നും എടുത്തില്ലേ. ഞാനവിടെ ചെല്ലുമ്പോൾ അംഗനവാടി അടച്ചു കാണുമോയെന്ന് എനിക്കറിയില്ല. കുറച്ച് നേരമായി വിളിച്ചിട്ട് ഞാൻ കുളിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും സമയം പോയി. അങ്ങനെ കൺമണിയായിട്ട് കുറച്ച് നേരം വീഡിയോ കോളൊക്കെ ചെയ്തിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അന്നേരമാണ് അവൾ പറയണത് അംഗനവാടി പോകണം, അവിടുത്തെ ടീച്ചറെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഗൈസ്, ദേ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് അംഗനവാടി നിന്ന് എനിക്കറിയാം. അംഗനവാടി അവിടെയാണ്. അംഗനവാടി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ആളുണ്ട്, അവിടെ ആളുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, ഇതാണ് അംഗനവാടി. നമുക്ക് ഇവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അംഗനവാടിയിൽ ഉള്ളിലേക്ക് ഇല്ലായിരുന്നു. നമ്മൾ പഠിച്ചിരുന്ന പോലത്തെ അംഗനവാടിയൊന്നും അല്ല. ഇപ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. AC ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര മെനു ഒക്കെ ഉണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മെനു ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതൊക്കെ മെനു ആണ്. ഇവിടെ വലിയ മെനു ഒക്കെ ഉണ്ട്. ഞാൻ പഠിച്ചിരുന്നപ്പോൾ ഇങ്ങനത്തെ മെനു ഒന്നും ഉണ്ടായില്ല. കഞ്ഞിയും പയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ബീനാൻറ്റിയാണ് കഞ്ഞിയും പയറും വെച്ച് തന്നുകൊണ്ടിരുന്നത്. ടീച്ചറിന്റെ പേരെന്താ? എല്ലാം രേവതിയാണ്. ഇതാണ് നമ്മുടെ രേവതി ചേച്ചി, ടീച്ചറാണ് ഇവിടുത്തെ. ഇത് പിള്ളേരൊക്കെ ഉറങ്ങേണ്ട സമയം, ഞാൻ ഉച്ചയായപ്പോൾ എത്തിയതാണ്. അപ്പോൾ എല്ലാവരും കഞ്ഞിയും കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഉറക്കത്തിലായിരുന്നു. ചിലരൊക്കെ ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും കണ്ണം തുറന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇയാളെ മാത്രം ഭയങ്കര ഗൗരവത്തിലാണ്. എന്താണ് ഗൗരവം എന്നറിയില്ല. എന്ത് പറ്റി? ചിരിക്കല്ലേ ചിരിച്ചെന്ന്? ചിരിക്കൂല കേട്ടോ. നമുക്ക് ചിരിക്കൂല. ചിലപ്പോൾ മിഠായി കൊടുത്താൽ ചിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിരിക്കൂല. ഞാൻ അംഗനവാടിയിൽ നിന്ന് പോവുകയാണ്, വീട്ടിലോട്ട് പോവുകയാണ്. പിള്ളേരൊക്കെ എല്ലാവരും എഴുന്നേറ്റിപ്പോണ്ട്. ഇപ്പം എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ട് ഞാൻ പോവാണ് ഗൈസ്. നമ്മുടെ പ്രോട്ടീൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇതേവിടെ ടീംസ് ഇപ്പണ്ട് കറക്കിക്കൊണ്ടിരിക്കണുണ്ട് അവർ. കണ്ട പൊക്കി കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ കില്ലാടികളാണെന്നാണ് തോന്നണത്. എന്താ എൻ്റെ പേരെന്താ? ജുവൽ. ജുവലാണ് ഗൈസ് കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാരാ കറക്കണ? അഗിനാണ് ഗൈസ് കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ കറക്കണ സാധനത്തിൻ്റെ പേരെന്നാ? ടാബോസർ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല. കാശി അഖിലോ? കാശി ആരാ? അവൻ കാശി. അപ്പൊ നീയാ? ജുവാൻ. നീയാണ് ജുവാൻ. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. പോട്ടെന്നാ. ടാറ്റ. കൺമണി എന്നോട് പറഞ്ഞാൽ വലിയ ബിഗ് ഷോപ്പറൊക്കെ എടുത്ത് അംഗനവാടിയിലോട്ട് വരാനാണ്. ഒരുപാട് സാധനങ്ങൾ, ശർക്കര, പയർ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ആ കൂടെ ഒരു പൊടി മാത്രമേ ഉള്ളൂ, വെള്ളത്തിൽ കലക്കി കൊടുക്കാനുള്ള ഒരു പൊടി മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ 2 സഞ്ചിയൊക്കെ ആയിട്ടാണ് പോയത്. ബിഗ് ഷോപ്പറൊക്കെ ആയിട്ട് പോയതിന് നാണം കിട്ടാനെ. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ശർക്കര ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഒരൊറ്റ പൊടി മാത്രമേ ഉള്ളതെന്നാണ് അടുത്ത ടീച്ചർ നമ്മളോട് പറഞ്ഞത്. അതിന് നേരെ വീട്ടിൽ പോയിട്ട് ബീറ്റ്റൂട്ട് തോരൻ വെക്കാനുണ്ട്. കഞ്ഞിക്ക് ബീറ്റ്റൂട്ടാണ്. ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് വേണം അരിഞ്ഞ് കറിയാക്കിയിട്ട് അമ്മക്ക് കഞ്ഞി കൊടുക്കാനുണ്ട്. ഇത് ലേറ്റായി പോയി. ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം. ഇപ്പോഴത്തെ അംഗനവാടിയൊക്കെ പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറേ ഇപ്പോൾ പിള്ളേർ കുറവാണ്. ഞാൻ അംഗനവാടി ചെന്നപ്പോൾ പിള്ളേർ കുറവാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴെന്നൊക്കെ വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഞാൻ പോയ വഴിക്ക് തന്നെയായിരുന്നു. അത്രയും ദൂരം പോകണ്ട, അതിനും കുറച്ച് അടുത്തായിരുന്നു എൻ്റെ അംഗനവാടി. അപ്പോൾ അവിടുത്തെ നിന്ന് ബീനാൻറ്റി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ടീച്ചർ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ രാധ ടീച്ചറായിരുന്നു. ടീച്ചർ ഇപ്പോൾ ഇല്ല, റിട്ടയറായി. നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ AC ഒക്കെ ഉണ്ട്. നല്ല ചൂടില്ലാണ്ട് നല്ല തണുപ്പായിട്ട് സുഖമായിട്ട് പിള്ളേർക്ക് ചോറും കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ബിരിയാണിയൊക്കെ തിന്നിപ്പോൾ വയറിറങ്ങിയിട്ട് സൂപ്പറായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അത്രയ്ക്ക് സൂപ്പർ കൂളിങ്ങാണ്. ഞാൻ ഈ വെയിലത്ത് നിന്ന് ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും വലിയ ചൂടുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ചൂട് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും ഉറങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല, ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ വീട് അടുത്തായതുകൊണ്ട് ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ ഓടും ഞാൻ. അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ഒരു കാലം. അതൊക്കെ നമുക്ക് നൊസ്റ്റാൾജിയാണ്. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. കുറേ പേരുണ്ടായിരുന്നു, കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല. വീടിനടുത്തുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ കുറേ
ബീനാൻറ്റി മാത്രം ഇപ്പോഴും സെറ്റാണ്, ഇപ്പോഴും അംഗനവാടി തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ വെക്കാനുള്ള പരിപാടിയിലോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 ബീറ്റ്റൂട്ട് ഉണ്ട്, അപ്പോൾ ഇതൊന്ന് തോരൻ വെക്കണം. അപ്പോൾ അതാണ് ഞാൻ അടുത്ത എൻ്റെ പരിപാടി. നമ്മുടെ കട്ടിംഗ് പ്ലേറ്റ് എടുക്കുക. ബീറ്റ്റൂട്ടൊക്കെ ഒന്ന് കഴുകുമ്പോൾ തന്നെ ചോര ചോര ചോര. ഇതിങ്ങനെ ഒരുമാതിരി മീഡിയം പീസാക്കി കഴിഞ്ഞിട്ട് ചോപ്പറിൽ അടിച്ചെടുക്കാനാണ് എൻ്റെ തീരുമാനം. അല്ലാതെ ഞാൻ അരിയുന്നില്ല. ചോപ്പർ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതിനകത്ത് വെച്ച് സെറ്റാക്കി എടുക്കാനാണ് എൻ്റെ പരിപാടി. ചോപ്പർ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചോപ്പർ. അപ്പോൾ ഇതിനകത്തിട്ടാണ് ബീറ്റ്റൂട്ട് അടിക്കാൻ പോണത്. ഇതൊന്ന് കഴുകിയെടുക്കണം. കുറച്ച് ദിവസമായിട്ട് എടുക്കാൻ തുടങ്ങിയത്. പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. രാജാവിൻ പാർവീറാണിൻ പക്കം കൺതേടും ഒരു മാലേ മയക്കം ഒരു മാലേ മയക്കം. അപ്പോൾ സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ട് അതിനകത്തേക്ക് എടുത്തിടുക. ലോക്കാക്കി വെക്കുക. ലോക്കാക്കി വെച്ചു ഗൈസ്. ഇനി വലിക്കാം. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. നല്ല കുഞ്ഞായിട്ട് തരിപ്പരുവത്തിൽ ബീറ്റ്റൂട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ചോപ്പറിനകത്തിട്ട്, ചോപ്പറാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റേ സാധനം വെച്ച് ഇതിങ്ങനെ തേക്കേണ്ടി വരും. അതിന് നല്ല ഇതാണ്. പക്ഷേ 2 എടുക്കണ്ടായിരുന്നു, 1 എടുത്താൽ മതിയായിരുന്നു. കുറച്ച് കൂടിപ്പോയി. ചൂടുണ്ടായിരുന്നു, പൊള്ളിയില്ല, ചെറുതായിട്ടുണ്ടായുള്ളു. അപ്പോൾ ഗൈസ് ഞാൻ ഈ ചെറിയ ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. ചെറിയ ചട്ടി എടുക്കുക, ഗ്യാസ് ഓൺ ആക്കുക. നല്ല കാറ്റുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ വേണ്ട, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നൈസായിട്ട് പൊട്ടും. കുറച്ച് മാറി വയ്ക്കുക. നമ്മൾ അന്നേരം എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചെന്ന് ജോലിഭാരം കുറഞ്ഞു കിട്ടും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പം തന്നെ അങ്ങ് കഴുകി അങ്ങോട്ട് കമത്തി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. പിന്നത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് കഴുകണം. അതിനേക്കാളും നല്ലത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കറി അടുപ്പത്ത് വെച്ചേക്കുമ്പോൾ ആ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് കഴുകി വെക്കുക. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ അതിന് വേണ്ടി പ്രത്യേകം സമയം കണ്ടുപിടിച്ച് പാത്രം കഴുകണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്യണത് നല്ലതല്ല. സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് കഴുകി വെക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ സിങ്കിനകത്ത് ഇങ്ങനെ കുറേ പാത്രം കൂട്ടിയിട്ടിട്ട് പിന്നെ കഴുകാം എന്ന് വെക്കാൻ ശരിയല്ല. പക്ഷെ ഇന്നലെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഇന്നലത്തെ വൈകുന്നേരത്തെ പാത്രം എല്ലാം കൂടി ഞാൻ കൂട്ടിയിട്ട് വെച്ചത്, എന്നിട്ട് പിന്നെ കഴുകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഞാൻ ഇന്നാണ് കഴുകിയത്. അങ്ങനെ നമുക്ക് സംഭവിക്കും. പക്ഷേ അപ്പോൾ തന്നെ കഴുകി നമ്മൾ ഈ സിങ്കൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സുഖം ഉണ്ടാവും. ഇല്ലെങ്കിൽ മൊത്തത്തിൽ വൃത്തികേടായിട്ട് കിടക്കും. ഈ സാധനം എടുക്കുക, പിടിക്കുക, അല്ലെങ്കിൽ കൈ കൊള്ളും. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഗൈസ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഞ്ഞിയും തോരനും കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യലി. പൊടിയരിക്കഞ്ഞിയാണ് ഞാൻ വെച്ചത്. ഞാൻ ചോറ് വെക്കാതിരുന്നാണ്. രാവിലെ അമ്മക്ക് കഞ്ഞി വെച്ചപ്പോൾ കുറച്ച് അരി ഇട്ടത് കൂടിപ്പോയി. പിന്നെ ഉച്ചക്ക് ഞാനും കഞ്ഞിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പൊടിയരിക്കഞ്ഞിയും ബീട്രൂട്ട് തോരനുമാണ് ഇന്നത്തെ പ്രോട്ടീൻ ഫുഡ്. സംഭവം ബീറ്റ്റൂട്ട് കുറേ നേരം വേവിച്ചു. ഞാൻ കുറേ നേരം വേവിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിതിങ്ങനെ വെന്താന്ന് കടിച്ചു നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷെ എന്താ കുറവെന്ന് മനസ്സിലായില്ല. അവസാനമാണ് മനസ്സിലായത്
തോരലിൽ ഞാൻ ഉപ്പിട്ടില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ഉപ്പ് ഞാൻ രണ്ടാമതിട്ട്, കുഴപ്പമൊന്നുമില്ല, ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതേ കഞ്ഞിക്ക് ഉപ്പിടാൻ മറന്നുപോയി. കഞ്ഞിക്ക് ഉപ്പിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇന്നത്തെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി അമ്മക്ക് കഞ്ഞി കൊടുത്തു. ഇനി എനിക്ക് കഞ്ഞിയും കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.